പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി 11:30 തിരുവമ്പാടിയിലും 12:30 പാറമേക്കാവിലും പൂരം കൊടിയേറി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി കേസിലെ അന്വേഷണം മകനിലേക്കും. സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കും. മേത്തലയിൽ തെരുവുനായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. 11:30 തിരുവമ്പാടിയിലും 12:30 പാറമേക്കാവിലും പൂരം കൊടിയേറി. 100 കണക്കിന് ആളുകളാണ് പൂര കൊടിയേറ്റ ചടങ്ങുകളിൽ പങ്കുചേരുന്നതിനായി ഇരു ക്ഷേത്രാങ്കണത്തിലും എത്തിച്ചേർന്നത്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് കൊടിയേറ്റത്തോടെ ആരവങ്ങൾ ഉയരുകയായി. ഇനിയുള്ളത് പൂരത്തിൽ അലിഞ്ഞുചേരാനുള്ള കാത്തിരിപ്പുകൾ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന താളമേള വർണ്ണ വിസ്മയം തന്നെയാണ് തൃശൂർ പൂരം. കാതിനെ കുളിർപ്പിക്കുന്ന ഇലഞ്ഞിത്രമേളവും മഠത്തിൽ വരവും കണ്ണിന് കാഴ്ച വിരുന്നൊരുക്കുന്ന കുടമാറ്റവും വർണ്ണമഴയും ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ് തൃശൂരിൻ്റെ മണ്ണ്. പ്രധാനികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 10ഓളം ക്ഷേത്രങ്ങളിൽ ഇന്ന് കൊടിയെ ഉയരുന്നതോടെ ആവേശം കൊട്ടിക്കയറും. മെയ് 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവും ഇലഞ്ഞിത്രമേളവും കുടമാറ്റവും പൂര ദിവസങ്ങളിലാണ് നടക്കുക. 7-ന് ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ഇനി ശക്തൻ്റെ തട്ടകം പൂരലഹരിയിലമരും. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിക്കെതിരായി വ്യാജലഹരി കേസിലെ അന്വേഷണം മകനിലേക്കും. സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കുകയാണ്. ഇന്നലെ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയയെയും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു. 2 തവണ ചോദ്യം ചെയ്യാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സംഗീത് ഹാജരായിട്ടില്ല. ഇന്നലെ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയയെയും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു. മരുമകളുടെ സഹോദരി ലിവിയ ജോസിനെ പ്രതി ചേർത്താണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. വ്യാജ LSD സ്റ്റാമ്പ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വെച്ചത് ലിവിയ ജോസ് ആണെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നാരായണദാസ് വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത്. പക്ഷേ ലിവിയ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവരെ തിരിച്ചെത്തിക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. വ്യാജലഹരി കേസിലെ മുഖ്യപ്രതി നാരായണദാസിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 2023 ഫെബ്രുവരി 27-നാണ് ലഹരിമരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത്. സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണെന്നായിരുന്നു കണ്ടെത്തൽ. എക്സൈസ് ക്രൈംബ്രാഞ്ച് നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. അതിനിടെയാണ് കേസ് പോലീസിന് കൈമാറാനുള്ള ഹൈക്കോടതി നിർദ്ദേശമുണ്ടാകുന്നതും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിക്കുന്നതും. മീഡിയ ടൈം, തൃശൂർ. മേത്തലയിൽ തെരുവുനായരുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. ചാമയ്ക്കൽ സോമൻ ഭാര്യ ലളിത, തേവാലിൽ പ്രദീപ്, കീഴ്ത്തുള്ളി കളരിക്കൽ കൃഷ്ണവേണി എന്നിവർക്കാണ് കടിയേറ്റത്. കടുക്കച്ചുവട് ശാസ്താംപറമ്പിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പ്രദീപിനെയാണ് നായ ആദ്യം ആക്രമിച്ചത്. പരിസരവാസിയായ ലളിത നായയെ തുരത്തിയോടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടിയേറ്റത്. നായയുടെ ആക്രമണത്തിൽ ലളിതയുടെ ചെവി 2ആയി മുറിഞ്ഞു. കമ്മൽ നായ കൊണ്ടുപോയതായി ലളിത പറഞ്ഞു. പരിക്കേറ്റ ലളിതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മേലിക്ക് ചാടി അപ്പോൾ പുറത്തേക്ക് തള്ളി വിട്ടപ്പോഴും പിന്നെ മേലിക്ക് വീട്ടിലേക്ക് ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ തടയാൻ നോക്കിയിരുന്നു. അപ്പോൾ അമ്മേനെ തോന്നെ മേലിക്ക് ചാടി. പിന്നെ എൻ്റെ ഈ പോരുള്ളൂ. പിന്നെ അത് അതിന് ഓടിപ്പിച്ച് കളഞ്ഞ്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അവിടേക്കും കയറി. പിള്ളേർക്കൊന്നും പറ്റിയില്ല, പിള്ളേരെ കാത്തായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മകൻ സ്വർണ്ണ മെഡൽ നേടിയതിന്റെ 25 വർഷത്തിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സ്വർണ്ണ മെഡൽ നേടി പിതാവ്. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി പീണിക്ക അരവിന്ദനാണ് ദേശീയ സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിൽ
സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. മകനായ ഹേമന്ത് 2000-ൽ സ്കൂൾ അത്ലറ്റിക്കിൽ 4 സ്വർണ്ണ മെഡൽ നേടി ചാമ്പ്യനായിരുന്നു. പഞ്ചാബിലെ മൊഹാലിയിൽ നടന്ന മത്സരത്തിൽ 70 വയസ്സ് കഴിഞ്ഞവരുടെ നീന്തൽ മത്സരത്തിലാണ് ഒരു സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും ഈ 71-കാരൻ കരസ്ഥമാക്കിയത്. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി പീനിക്ക അരവിന്ദനാണ് ദേശീയ സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഇദ്ദേഹത്തിന്റെ മകനായ ഹേമന്ത് 2000-ൽ സ്കൂൾ അത്ലറ്റിക്കിൽ 4 സ്വർണ്ണ മെഡൽ നേടി ചാമ്പ്യനായിരുന്നു. ഇതിന്റെ 25-ാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് പിതാവും മെഡലുകൾ വാരിക്കൂട്ടുന്നത്. വീടിന് സമീപത്തുള്ള ചിറയിലായിരുന്നു ആദ്യ നാളുകളിൽ അരവിന്ദന്റെ നീന്തൽ പരിശീലനം. തുടർന്ന് ജോലി സംബന്ധമായി 40 വർഷത്തോളം വിദേശത്തായിരുന്നു. നാട്ടിൽ സ്ഥിര താമസമാക്കിയതിനു ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ക്ലബ്ബിൽ ദിവസവും നീന്തൽ പരിശീലനം നടത്തുന്നതിനിടയിലായിരുന്നു സംസ്ഥാന ഗെയിംസിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1 സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കിയ അരവിന്ദൻ ഇവിടെ നിന്നാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോയി തൃശ്ശൂർ മലപ്പുറത്ത് പോയി ഒരു ഗോൾഡും 2 സിൽവറും നേടിയത്. അങ്ങനെയാണ് ഇൻ്റർനാഷണലിലേക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. ഇനി ഈ ഏപ്രിൽ 6-7 തീയതികളിൽ പഞ്ചാബ് മൊഹാലിയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് വീണ്ടും ഒരു ഗോൾഡും 2 സിൽവറും നേടാൻ കഴിഞ്ഞു. മീഡിയ ടൈം ആളൂർ. മറ്റു വാർത്തകൾ നോക്കാം. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 2025 ഏപ്രിൽ 19 മുതൽ മെയ് 31 വരെ നടക്കും. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സാഹോദര്യ പദയാത്ര നടത്തുന്നത്. മെയ് 3-ന് ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. മാളയിലാണ് പദയാത്ര ആരംഭിക്കുന്നത്. രാവിലെ 9:30-ന് കോട്ടമുറി ജംഗ്ഷനിൽ നിന്ന് തുടക്കം കുറിച്ച് മാള ജംഗ്ഷനിൽ പൊതുസമ്മേളനം നടക്കുമെന്ന് നേതാക്കളായ നാസർ കീഴൂപ്പറമ്പ്, KM ഷെഫ്രീൻ, ആരിഫ് മുഹമ്മദ് PB, TV ശിവശങ്കരൻ, VB സമീറ, സിദ്ദിഖ് പട്ടേപ്പാടം, സയ്യിദ് മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒരു അവസരത്തിൽ പഴയ കാലഘട്ടത്തിലേക്ക് ഈ കേരള സമൂഹത്തെ തിരിച്ചെത്തിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഈ കേരള സാഹോദര്യ യാത്ര നടത്തുന്നത്. ഈ യാത്ര മെയ് 3-ാം തീയതി രാവിലെ 9 മണിക്ക് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മാളയിൽ എത്തിച്ചേരും. മാളയിലെ കോട്ടമുറിയിൽ നിന്ന് 9 മണിക്ക് ആരംഭിച്ച് മാള ടൗണിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ പദയാത്ര ഇവിടെ നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ പദയാത്രയിൽ ഈ വംശീയ രാഷ്ട്രീയത്തിന് പുറമെ പ്രാദേശികമായ ചില ഇടപെടലുകൾ കൂടി ഈ മാളയിൽ ഈ പാർട്ടി നടത്തും. ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ശ്വാസ തടസ്സത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആളൂരിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെ മരണം സംഭവിച്ചു. ഗോവിന്ദച്ചാമി, കൂടത്തായി ജോളി കേസ് തുടങ്ങിയ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ. ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനാണ്. ഒറീസയിൽ നിന്നും വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 1 കിലോ 185 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് പ്രത്യേക വാഹന പരിശോധനയിൽ പിടികൂടി. മാള മടത്തുംപടി സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ജസ്റ്റിൻ എന്ന യുവാവാണ് പിടിയിലായത്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസിന്റെ വാഹന പരിശോധന കണ്ട് യുവാവ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് പിന്തുടർന്ന് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഹാദേവ പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കേത്തന്നിയിൽ മന നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന മേളത്തിന് കലാമണ്ഡലം സുമേഷ് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
പാലിയേക്കരയിൽ ടോൾ പിരിവ് റദ്ദാക്കിയ നടപടി തൃശൂർ ജില്ലാ കളക്ടർ പിൻവലിച്ചു. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗത ക്രമീകരണത്തിന് നടപടിയെടുക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ടോൾ പിരിക്കാനുള്ള അനുമതി കളക്ടർ നൽകിയത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകിയത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതുവരെ ടോൾ പിരിവ് പാടില്ലെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവ്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ പലയിടത്തും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ മാസം 16-ന് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനവും രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി ബിനു മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കേരള വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, ഡേവിസ് MD, ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഉഷ പരമേശ്വരൻ, മുൻ കൗൺസിലർ പ്രദീപ് കുമാർ, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, റൈസൻ ആലൂക്ക, ആൻഡോ മേനാശ്ശേരി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ കുടുംബസംഗമവും പുരസ്കാര വിതരണവും ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താളൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP രാജൻ അധ്യക്ഷനായി. യോഗത്തിൽ കുഴൂർ കൃഷ്ണൻ നമ്പൂതിരിക്ക് അക്ഷര നൈപുണ്യ പുരസ്കാരവും തുമ്പൂർ സുബ്രഹ്മണ്യന് സ്വരലയ പുരസ്കാരവും മുനിസിപ്പൽ കൗൺസിലർ വിജയ് ജോജിക്ക് ജനസേവന പുരസ്കാരവും നൽകി ആദരിച്ചു. വിൽസൺ മേച്ചേരി, TJ ആസാദ്, S ശ്രീകുമാർ, രാജു വെട്ടിയാട്ടിൽ, ജോസ് പോൾ മാളക്കാരൻ, സുധാ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യത്തോടെ നടത്തിവരുന്ന തളിർ പദ്ധതിയുടെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഇട്ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സന്തോഷ് കോരിജാലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, കൃഷി ഓഫീസർ ആതിര തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. 11:30 തിരുവമ്പാടിയിലും 12:30 പാറമേക്കാവിലും പൂരം കൊടിയേറി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി കേസിലെ അന്വേഷണം മകനിലേക്കും. സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കും. മേത്തലയിൽ തെരുവുനായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.